ഹലോ ഗൈസ്, വെൽക്കം ടു മല്ലു ബിഗിനേഴ്സ് ഗൈഡ്. മല്ലു ബിഗിനേഴ്സ് ഗൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കോയിൻ എക്സ്പ്ലനേഷൻ സീരീസ് ആണ്. നമ്മൾ ഇതിന് മുൻപ് കുറച്ച് കോയിൻ എക്സ്പ്ലനേഷൻ്റെ സീരീസ് ചെയ്തിട്ടുണ്ട്. പല കോയിൻസും അതിലൂടെ പറഞ്ഞിട്ടുണ്ട്. കുറേ ആൾക്കാർക്ക് അത് അറിയാൻ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നുണ്ട്. സോ ഇന്ന് വീണ്ടും നമ്മൾ ആ കോയിൻ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്തിനാണ് ഇപ്പം ഈ കോയിൻ സീരീസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്താൽ ഒരുപാട് പുതിയ കോയിൻസ് വന്നിട്ടുണ്ട്. നമ്മൾ മുൻപ് ചെയ്ത കോയിൻസിൽ കുറേ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സോ അതെല്ലാം മെല്ലെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു പ്ലാനിലാണ്. അപ്പം ഈ സീരീസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. അത് ഏതൊക്കെ കോയിനാണ് എക്സ്പ്ലെയിൻ ചെയ്തത് നിങ്ങൾ മൊത്തം വീഡിയോ നോക്കേണ്ട. അതിന് സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കോയിൻ എക്സ്പ്ലെയിൻഡ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് നിങ്ങൾ അത് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഏതൊക്കെ കോയിനാണ് അതിനകത്ത് കവർ ചെയ്തേക്കണേ എന്നുള്ളത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഹാർമണി, അതായത് ടിക്കറിൽ 1 എന്ന് പറഞ്ഞിട്ടുള്ള കോയിനാണ്. അതിൻ്റെ ഒരു പ്രൊജക്ട് എന്താണ്, അവരെന്താണ്, യൂട്ടിലിറ്റി എന്താണെന്നുള്ളതൊക്കെയാണ്, ഒരു പൊട്ടൻഷ്യലൊക്കെ എന്താണെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. വീഡിയോ തുടങ്ങുന്നതിനേക്കാളും മുമ്പായിട്ട് ഇതൊരു ഫൈനാൻഷ്യൽ അഡ്വൈസ്മെൻ്റ് അല്ല, ഞാനൊരു ഫൈനാൻഷ്യൽ അഡ്വൈസർ അല്ല. നിങ്ങൾ നിങ്ങളുടേതായ പഠനം നടത്തുക. എന്താണ് പ്രൊജക്റ്റ്, അത് എന്താണ് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ പ്രൊജക്റ്റ് എന്താണെന്നുള്ളതൊക്കെ മാത്രമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇപ്പം ഈ ഒരു കോയിൻ എന്തുകൊണ്ടാണ്, ഹാർമണി എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അപ്ഗ്രേഡ് നടക്കുന്നുണ്ട്. നമ്മൾ ഇത്തീരിയം ലണ്ടൻ ഫോർക്കൊക്കെ കണ്ട പോലെ ഇപ്പം ഹാർമണിയുടെ ഒരു അപ്ഡേറ്റ് നടക്കുന്നുണ്ട്. സോ അത് നല്ല രീതിയിൽ ചിലപ്പം നല്ലൊരു യൂസ്ഫുൾ ആവും, നല്ല രീതിയിലൊരു വാല്യൂ കിട്ടും എന്നൊരു പ്രതീക്ഷ ഉള്ളതുകൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത്. എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് ചെല്ലാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മൾ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഹാർമണിയുടെ ഇപ്പോൾ കറന്റ് ട്രേഡിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 14 രൂപ 37 പൈസയാണ്, 35 ആ റേഞ്ചിലാണ് വരുന്നത്. ഇതിന്റെ റാങ്ക് 50ാമത്തെ റാങ്കാണ്. ഇപ്പോൾ കറന്റ് മാർക്കറ്റ് ക്യാപ്പ് അനുസരിച്ച് 50th റാങ്കിലാണ് ഓൾ ക്രിപ്റ്റോ കറൻസിയിലുള്ളത്. ഏകദേശം 4.5 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ ഇത് വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് സ്റ്റീഫൻ ടെസെ എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ്. പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല രീതിയിൽ ക്രിപ്റ്റോഗ്രഫിക് PhD സ്കോളറാണ്, നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്, പെൻസിൽവാനിയയിലൊക്കെ പഠിച്ചു വന്ന ഒരാളാണ്. സോ ആ ഒരു വശം നോക്കുമ്പം സേഫ് ആണ്, നല്ല പ്രൊജക്ട് തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊജക്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇത് പറയാനും കാരണം. അപ്പം എന്താണ് ഈ പ്രൊജക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്കറിയാം എല്ലാ ബ്ലോക്ക് ചെയിൻസും ഏതൊരു ടെക്നോളജി ആണെങ്കിലും ഇപ്പം പുതുതായിട്ട് വരുന്ന ഞാൻ പറഞ്ഞ പോലെ എത്തീരിയം ബ്ലോക്ക് ചെയിൻ ആണ് കുറച്ച് ഡെവലപ്ഡ് ആയിട്ടുള്ളത്. ബിറ്റ് കോയിൻ ഉണ്ട്, എത്തീരിയം ഉണ്ട്, പല കോയിൻസും ഉണ്ട്. സോ എത്തീരിയം എന്ന് പറഞ്ഞ് നല്ല രീതിയിലൊരു റീച്ച് കിട്ടിയ, നല്ല ഡെവലപ്മെന്റ് ഉള്ള, നല്ല ടെക്നോളജി ഉള്ള ഒരു ബ്ലോക്ക് ചെയിനിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഞങ്ങൾ വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് മിക്ക കോയിനും, അറൌണ്ട് 60% കൂടുതൽ കോയിൻസും എത്തീരിയത്തിൽ വരുന്ന പ്രശ്നങ്ങൾ, അതായത് സ്കെയിലബിലിറ്റി ഇഷ്യൂസ്, ഗ്യാസ് ഫീസ്, ഇതെല്ലാം കുറയ്ക്കും എന്നുള്ളൊരു ഇതിലൂടെയാണ് പുതിയ കോയിൻസ് ലോഞ്ച് ആവുന്നത്. സോ ഹാർമണിയുടെ കേസും ഏകദേശം അത് തന്നെയാണ്. സ്കെയിലബിലിറ്റി ഇഷ്യൂ, ട്രാൻസാക്ഷൻ സ്പീഡ്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. സോ അത് നമ്മൾ ഓവർകം ചെയ്യും, അത് എത്തീരിയത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഓവർകം ചെയ്യും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവർ ഇതിലൂടെ വരുന്നത്. ഒപ്പം സെക്യൂരിറ്റി, നമുക്ക് ബ്ലോക്ക് ചെയിൻ ട്രൈലമ എന്തായാലും വരുന്നത് കംപ്ലീറ്റ്ലി ഞങ്ങളത് പാലിക്കും. ഒപ്പം നല്ല രീതിയിലൊരു ഇത് കൊടുക്കും, നല്ല രീതിയിലൊരു സ്കെയിലബിൾ ആയിട്ടുള്ളൊരു ട്രാൻസാക്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പം എല്ലാ കോയിനും പറയുന്നത് ഇത് നമ്മൾ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇത് യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറയുന്നത് ഷാർഡിങ് എന്ന് പറഞ്ഞ ടെക്നോളജിയാണ്. അവർ അതിലൂടെ തന്നെ അവർ പറയുന്നില്ലെങ്കിൽ കൂടി ഒരിക്കലും എത്തീരിയത്തെക്കാളും വലിയൊരു കോയിൻ ആവും എന്ന് പറയാൻ എനിക്കിപ്പോൾ പറ്റില്ല. കാരണം ക്രിപ്റ്റോ ആണ് എന്ത് നടക്കാം. ബട്ട് ആസ് ഓഫ് ദ ടോക്കൺ, അതിന്റെ ടോക്കണിന്റെ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു ലെവലിലേക്ക് എത്തുമെന്ന് തോന്നുന്നില്ല. ബട്ട് എന്നാലും നമുക്ക് നല്ല രീതിയിൽ ഇപ്പൊ 14 രൂപയിൽ ഒരു $2 $3 ഒക്കെ എത്താനുള്ള ഒരു നല്ല രീതിയിൽ മിനിമം അത്രയെങ്കിലും എത്താനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഞാൻ കാണുന്നുണ്ട്. സോ ഷാർഡിങ് എന്ന് പറഞ്ഞ ടെക്നോളജിയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. സോ എന്താണ് ഷാർഡിങ് എന്ന് പറയുകയാണെങ്കിൽ ഒരു നെറ്റ്വർക്ക് പല രീതിയിലേക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ബ്രാഞ്ച് ആക്കിയിട്ട് ഒരു ഡാറ്റയിൽ വരുന്ന ഒരു നെറ്റ്വർക്ക് പല രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് പല രീതിയിൽ ട്രാൻസാക്ഷൻ ഒരൊറ്റതിൽ നിന്ന് തന്നെ പല രീതിയിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്ന ഒരു പരിപാടിയാണ് ഷാർഡിങ് എന്ന് പറയുന്നത്. സോ ഇതിന് നമ്മൾ നോഡ്സ് എന്നാണ് പറയുന്നത്. സോ ഒരു ഷാർഡിനകത്ത് ചിലപ്പോൾ പല നോഡ്സ് ഉണ്ടാവും. ഒരു ട്രാൻസാക്ഷൻ ഒരു ഷാർഡിലൂടെ പോയി കഴിഞ്ഞാൽ ആ ഷാർഡിൽ നിന്ന് പല നോഡ്സ് ഈ ട്രാൻസാക്ഷൻ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കും. അങ്ങനെ അപ്പോൾ നമുക്ക് എന്തായി ഒരു നിങ്ങൾ സിമ്പിളായിട്ട് ചിത്രീകരിക്കുകയാണെങ്കിൽ ഒരു ബ്ലോക്കിലൂടെ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലോക്കിലേക്ക് ട്രാൻസാക്ഷൻ പോയി അതിന് തിരിച്ച് ഇൻപുട്ട് കടന്നു ഔട്ട്പുട്ട് അവിടെ നിന്ന് തന്നെ പോകണം. സോ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ വരുമ്പോൾ ആ ഒറ്റ പാത്ത് പുറത്തോട്ട് പോകാൻ ഔട്ട്പുട്ടായിട്ട് ഒറ്റ പാത്ത് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ പ്രശ്നങ്ങൾ വരും. സോ ഇവിടെ ഷാർഡിംഗ് എന്നുള്ള ടെക്നോളജി ഉള്ളതുകൊണ്ട് ഒരു ട്രാൻസാക്ഷൻ കടത്തി വിടാൻ പല നോട്ട്സുകളാണ്. സോ ഏത് നോട്ട്സിലൂടെയും വേണമെങ്കിൽ ഒറ്റ സെക്കൻഡിൽ നമുക്ക് ചിലപ്പോൾ 500 നോഡ് 100 നോഡ് ഉണ്ടെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ 100 ട്രാൻസാക്ഷൻ ഒരു ബ്ലോക്ക് ചെയിനിലേക്ക് പോയാൽ 100 ഒറ്റ സമയത്ത് തന്നെ 100 ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റും. സോ അങ്ങനത്തെ ഒരു കേസാണ് ഈ ഷാർഡിംഗ് എന്ന് പറയുന്നത്. സോ ഇപ്പൊ കറന്റ് ഹാർമണിക്ക് 4 ഷാർഡാണുള്ളത്. ടോട്ടലി ഇപ്പം അപ്ഗ്രേഡ് അല്ല, 4 ഷാർഡാണുള്ളത്. സോ ഓരോ ഷാർഡിനകത്തും 250 നോഡുകളുണ്ട്. സോ എന്താണ് നോഡ് ഞാൻ മനസ്സിലായി വിശ്വസിക്കുന്നത് ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ പുറത്തേക്ക് വിടുന്നത് നോഡ്സ് വഴിയാണ്. നെറ്റ്വർക്ക് കണക്ടിവിറ്റി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാം. സോ 4 ഷാർഡ് ടോട്ടൽ ഉണ്ട് ഹാർമണിക്ക്. അതിനകത്ത് ഒരു ഷാർഡിൽ 250 നോഡ്സ് ആണ് ഹാർമണിക്ക് ഉള്ളത്. സോ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ 250 നോഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഷാർഡില് ഓരോ നോഡിനും 250 നോഡ് ഉണ്ട്. സോ ഒരു നോഡിന്
2 ട്രാൻസാക്ഷൻ ഒരു സെക്കൻഡിൽ നടത്താൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 250 നോഡ് എന്ന് പറഞ്ഞാൽ 500 ട്രാൻസാക്ഷൻ പെർ സെക്കൻഡ് ആണ്. സോ 4 ഷാർഡിനകത്ത് 250 നോട്ട്സ് ഉണ്ട്. ഈച്ച് 250 മൊത്തം 1000 നോട്ട്സ് ഉണ്ട്. 1000 നോട്ട്സ് അപ്പം ഡബിൾ ആയിട്ട് ഒരു സെക്കൻഡിൽ ഡബിൾ നടത്തുന്നു പറഞ്ഞാൽ 4 ഷാർഡ് ഉള്ളത് കൊണ്ട് തന്നെ 2000 ട്രാൻസാക്ഷൻ പെർ സെക്കൻഡ് ആണ് ഇവർ നടത്തുന്നത് എന്നാണ് പറയുന്നത്, നടത്താൻ പറ്റുന്നതാണ് പറയുന്നത്. സോ ഇവർ പറയുന്നത് ഇനി ഇത് ഫ്യൂച്ചറിൽ ഈ 4 ഷാർഡ് ഉള്ളത് ഞങ്ങൾ 2000 ഷാർഡ് ആക്കാൻ പോവുകയാണ്. സോ ഒരു അപ്ഗ്രേഡ് വന്നു കഴിഞ്ഞാൽ 4 ഷാർഡിന് പകരം ഞങ്ങൾ 2000 ഷാർഡ് ആക്കിയിട്ട് ഇൻക്രീസ് ചെയ്യും. അപ്പൊ എന്തായി, ഒരു നോഡിന് ഇപ്പൊ 4 ഷാർഡ് ഉള്ളപ്പോൾ തന്നെ 2000 ട്രാൻസാക്ഷൻ പെർ സെക്കൻഡ് കിട്ടുന്നുണ്ട്. അപ്പം അവർ 2000 ഷാർഡ്സ് കൂടി ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ ഒരു 5000 ട്രാൻസാക്ഷൻ ആയിരിക്കും. നല്ല രീതിയിൽ ട്രാൻസാക്ഷൻ സ്പീഡ് ഉണ്ടാവും. സോ ഇതാണ് ഇവരുടെ മെയിൻ പ്രൊജക്ട്. സോ ഇത് ഇവരുടെ ഒരു മെയിൻ പ്രൊജക്ട് എന്നല്ല, മെയിൻ ഒരു ഇവരുടെ എന്താ പറയാ ഒരു റോഡ് മാപ്പ് എന്നുള്ള ലെവലിലോ, റോഡ് മാപ്പ് ഒന്നും പറയാൻ പറ്റില്ല, അവരുടെ ഒരു യൂട്ടിലിറ്റി അങ്ങനെ വേണം നമുക്ക് കണക്കാക്കാം. ഇത്രയും സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ സിസ്റ്റം ആണ് ഈ ഹാർമണി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇതിന് മുൻപ് 10 കോയിൻ ഹിഡൻ ജെംസ് ഏതൊക്കെയാന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തതിൽ ഞാൻ പറഞ്ഞിരുന്നു XPR എന്ന് പറഞ്ഞ ഒരു ടോക്കൺ. സോ അതെന്തുകൊണ്ടാണ് പറഞ്ഞാൽ അതൊരു ബ്ലോക്ക് ചെയിൻ ഡെവലപ്ഡ് ആയിട്ട് ബ്ലോക്ക് ചെയിൻ ആയിട്ട് വരുന്ന ഒരു ടോക്കൺ ആണ്. എപ്പോഴും ബ്ലോക്ക് ചെയിൻ ആയിട്ട് വരുന്ന ടോക്കൺ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ അതിനകത്ത് ഡെവലപ്മെന്റ്സും ടെക്നോളജി എല്ലാം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബ്ലോക്ക് ചെയിൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന ടോക്കൺസ് എല്ലാം നല്ല രീതിയിൽ ഒരു ഹൈപ്പ്, നല്ല രീതിയിൽ റാലി തരുന്നുണ്ട്. സോ ഹാർമണി എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ബ്ലോക്ക് ചെയിൻ ആണ്. അതിന്റെ ടോക്കൺ ആണ് ഇപ്പം 14 രൂപ റേഞ്ചിൽ അണ്ടർ വാല്യൂഡ് ആയിട്ട് കിടക്കുന്നത്. സോ ഒരു $2 $3 ആയി കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ ഇത്രയും വലിയ ഷാർഡൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ ഒരു റിട്ടേൺ നമുക്ക് കിട്ടാൻ നല്ല ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഈ വീഡിയോ പറയുന്നത്. പിന്നെ ഇതിൽ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് നമ്മൾ ഈ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ സ്കെയിലബിലിറ്റി ഞങ്ങൾ കുറെ ഡെവലപ്മെന്റ് കൊണ്ടുവരും എന്നുള്ളതിന് പുറമെ ഇവരൊരു പോൾക്കഡോട്ടിന്റെ കേസ് നിങ്ങൾ പറയുകയാണെങ്കിൽ എത്തീരിയം കില്ലർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തില്ല. അവർ പറയുന്നത് നമ്മൾ എത്തീരിയം കില്ലർ ആണ്, ലെയർ 0 ആണ്, ലെയർ 1 എന്ന് കൊണ്ട് കുറെ വരുന്നുണ്ട്. സോ ഇവർ അതിലേക്കൊന്നും പോകുന്നില്ല. ഇവർ പറയുന്നത് ഞങ്ങളൊരു ഹബ്ബാണ്. ഹബ്ബ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഏത് ട്രാൻസാക്ഷൻ ഏത് ബ്ലോക്ക് ചെയിനിലേക്കും ഞങ്ങളിലൂടെ ഒരു ഹൊറൈസോൺ ബ്രിഡ്ജ് എന്ന് പറയും. സോ ഒരു ബ്രിഡ്ജ് പോലെ ഒരു സംഭവം കണക്ട് ചെയ്തിട്ട് ഇവര് ബ്രിഡ്ജ് ഒരു ഹബ്ബ് എന്നുള്ള ലെവലിൽ, അതായത് ബ്രിഡ്ജ് എന്നുള്ള ലെവലിലാണ് ഇവർ മെയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. വിത്ത് ഈ സ്കെയിലബിലിറ്റി, ഈ ഇത്രയും സ്കെയിലബിലിറ്റി ഇവരുടെ പ്രൊജക്റ്റിലും ബ്ലോക്ക് ചെയിനിലും കൊണ്ടുവന്നിട്ട് ഒരു ഹബ്ബായിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പം അവാക്സിലുള്ള ഒരു കോയിൻ വേറെ ബ്ലോക്ക് ചെയിനിലേക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു ബ്രിഡ്ജ് യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സോ വളരെ കുറഞ്ഞ ഗ്യാസ് ഫീസിൽ വളരെ വേഗത്തിൽ നമുക്ക് വേറൊരു ബ്ലോക്ക് ചെയിനിലേക്ക്, ഒരു ബ്ലോക്ക് ചെയിനിൽ നിന്ന് ക്രോസ് ചെയിൻ പ്ലാറ്റ്ഫോം, ഒരു ബ്ലോക്ക് ചെയിനിൽ നിന്ന് വേറെ ബ്ലോക്ക് ചെയിനിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും കോയിൻസ്. അത്രയും നല്ലൊരു ഒരുപാട് ബ്ലോക്ക് ചെയിൻസ് ഒരുപാട് നെറ്റ്വർക്ക് ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എത്തീരിയം ഉണ്ട്, ബൈനാൻസ് ഉണ്ട്, സൊളാന, വാക്സ്, അങ്ങനെ കുറെ ഉണ്ട്. ഈവൻ നമുക്ക് എൻഎഫ്ടീസ് എത്തീരിയത്തിൽ നിന്നും വേറെ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ കൂടി ഹാർമണി എന്നുള്ളൊരു നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കാം. ഒരു ബ്ലോക്ക് ചെയിൻ ആയിട്ട് ഒരു ഹബ്ബായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഏറ്റവും വലിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടാപ്പ് റൂട്ട് അപ്ഗ്രേഡ് എന്താ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്തത്. ബിറ്റ് കോയിൻ എന്നുള്ളത് കറക്റ്റ്ലി നമുക്കൊരു പിയർ ടു പിയർ പൈസയ്ക്ക് വേണ്ടി പൈസ പേയ്മെന്റ് എന്നുള്ള സിസ്റ്റത്തിൽ മാത്രമാണ്. അതിനകത്ത് വലിയ ഡെവലപ്മെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. സോ ടാപ്പ് റൂട്ട് അപ്ഗ്രേഡ് വരുമ്പോൾ ഇപ്പൊ അതിനകത്ത് ഡെക്സ് വരുന്നുണ്ട്, ഡിആപ്സ് വരുന്നുണ്ട്. സോ ഒരുപാട് പ്രോജക്ട്സ് അതിന്റെ മേലെയും വരുന്നുണ്ട്. സോ ഇപ്പൊ തന്നെ അങ്ങനെ ഒരു പ്രൊജക്ട് ഇവർ വരുന്നത് കണ്ടപ്പോൾ തന്നെ ഹാർമണി പറയുന്നുണ്ട് ഈവൻ ബിറ്റ് കോയിൻ ടു ബിറ്റ് കോയിൻ, നമുക്ക് ബിറ്റ് കോയിനിൽ വരുന്ന ചെയിൻസ് വരെ നമ്മുടെ ഈ ഹാർമണിയിലൂടെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. സോ ബിറ്റ് കോയിൻ നെറ്റ്വർക്കിലേക്ക്, ബിറ്റ് കോയിൻ മെയിനിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും കോയിൻ സെൻഡ് ചെയ്യണമെങ്കിൽ ഹാർമണി യൂസ് ചെയ്യാം എന്നുള്ളതാണ്. വളരെ കുറഞ്ഞ ഗ്യാസ് ഫീസിൽ, ഇത്രയും വളരെ കുറവാണ്. പിന്നെ ഇതിന്റെ ഫൈനാലിറ്റി ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന വെറും 2 സെക്കൻഡിനകത്താണ് ഇവർ പറയുന്നത് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ഇതൊക്കെ ഭയങ്കര ഓവറോൾ ആയിട്ട് നല്ലൊരു സ്ട്രക്ചറാണ്. അപ്പാർട്ട് ഫ്രം ഞാൻ ഇതുകൊണ്ടാണ് മറ്റുള്ള കോയിൻ പറഞ്ഞാൽ ഞങ്ങൾ എത്തീരിയത്തെക്കാളും വലിയൊരു പ്രൊജക്ട് വരും, എത്തീരിയത്തിനേക്കാളും കൂടുതൽ ഡെവലപ്മെന്റ് കൊണ്ടുവരും എന്നുള്ളതിനൊക്കെ പുറമെ എത്ര ഡെവലപ്മെന്റ് വന്നിട്ടും കാര്യമില്ല, നമുക്ക് ട്രാൻസാക്ഷൻ സ്മൂത്ത് ആവണം. സോ അതിനെന്ത് വേണം എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ട്രാൻസാക്ഷൻ പോകണം. സോ ഇവർ പറയുന്നത് ഏത് ബ്ലോക്ക് ചെയിനിലേക്കും ഞങ്ങളുടെ വഴി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫീസ് ഇല്ലാണ്ട്, ഫീസ് വളരെ ഇല്ല എന്ന് തന്നെ പറയാം, മൈന്യൂട്ട് ഫീസിലൂടെ ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഈവൻ ഈ ഹാർമണി എന്ന് പറഞ്ഞാൽ നമുക്ക് മെറ്റാമാസ്ക് ഒക്കെ കോൺഫിഗർ ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. മാറ്റിക്കും കുറെ ആൾക്കാർ ഇപ്പൊ മെറ്റാമാസ്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിനകത്ത് മാറ്റിക്, അതുപോലെ ബൈനാൻസ് സ്മാർട്ട് ചെയിൻ, എത്തീരിയം എല്ലാം അവരെല്ലാം മെയിനായിട്ട് കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈവൻ ഹാർമണിയുടെ വരെ നമുക്ക് ഹാർമണി വാലറ്റ് വരെ നമുക്ക് അതിനകത്ത് കോൺഫിഗർ ചെയ്ത് വെക്കാം. സോ അതെങ്ങനെയെന്നുള്ള ഒരു സെപ്പറേറ്റ് വീഡിയോ വരാം. കാരണം കുറച്ച് കാര്യങ്ങൾ സാധാരണ കുറച്ച് അഡ്രസ് കോപ്പി ചെയ്താൽ പോരാ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതിനെക്കുറിച്ച് നമുക്ക് സെപ്പറേറ്റ് എങ്ങനെയാണ് ഹാർമണി വാലറ്റ് സെറ്റപ്പ് ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ നമുക്ക് വരുന്ന സീരീസിൽ ചെയ്യാം. ഇപ്പം അവരുടെ കുറെ കോയിൻ ഐഡിയോസ് എല്ലാം അവർക്കും കുറെ അവരുടെ ഡെവലപ്മെന്റ് എന്നുള്ള ലെവലിൽ അവരുടെ ബ്ലോക്ക് ചെയിനിൽ കുറെ പ്രൊജക്ട്സ് വരുന്നുണ്ട്. ഒരു റീസെന്റ് ഒരു ലോഞ്ചർ, ഹാർമണിയുടെ ഒരു ലോഞ്ച് ആവാൻ പോകുന്നുണ്ട്, ഐഡിയോ പ്ലാറ്റ്ഫോം ലോഞ്ച് ആകാൻ പോകുന്നുണ്ട്. സോ എന്തായാലും വാലറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. സോ അതെങ്ങനെയെന്നുള്ളൊരു വീഡിയോ ചെയ്യാം. സോ നിങ്ങൾക്ക് എന്താണ് പ്രൊജക്ട് എന്നുള്ളത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഈസി ആയിട്ട് നല്ല സ്കെയിലബിൾ ആയിട്ട് ഇങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും അറിയാം ബ്ലോക്ക് ചെയിൻ ട്രൈലാമയിൽ പറയുന്നത് സ്കെയിലബിലിറ്റി, സെക്യൂരിറ്റി, ഡീസെൻട്രലൈസ്ഡ് ഇതായിരിക്കണം എന്ന് പറയുന്നുണ്ട്. സോ സെക്യൂരിറ്റി കേസിൽ ഇവർ പറയുന്നു ഇപ്പം ബിറ്റ് കോയിനിലൊക്കെ നമുക്കറിയാം പ്രൂഫ് ഓഫ് വർക്കിലാണ്. സോ
അതിൽ മൈനേഴ്സ് ഒക്കെ പറയുന്നുണ്ട് ഈവൻ പ്രൂഫ് ഓഫ് സ്റ്റേക്ക് എന്ന് പറയുന്ന സംഭവം ഡീസെൻട്രലൈസ്ഡ് അല്ല, സെൻട്രലൈസ്ഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം അത് വാലിഡേറ്റ് ചെയ്യുന്നു, ഓരോ ട്രാൻസാക്ഷൻ വാലിഡേറ്റ് ചെയ്യുന്നത് അതിലുള്ള വാലിഡേറ്റേഴ്സ് ആണെന്ന് പറയുന്നത്. സോ ഈ വാലിഡേറ്റേഴ്സ് എങ്ങനെയാണ്, നമുക്കൊരു വാലിഡേറ്റർ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഏറ്റവും കൂടുതൽ ടോക്കൺ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വാലിഡേറ്റർ ആവാൻ പറ്റൂ. സോ കൂടുതൽ പൈസ ഉള്ള ഒരാള് കൂടുതൽ ടോക്കൺ ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അയാൾ അതിന്റെ വാലിഡേറ്റർ ആണ്. സോ ആ ഒരു ബ്ലോക്ക് ചെയിനിൽ വരുന്ന ട്രാൻസാക്ഷൻസ് ഫുള്ളും പുള്ളിയാണ്, ആ വരുന്ന ആൾക്കാരാണ് കൺട്രോൾ ചെയ്യുന്നത്. സോ അതൊരു ഡീസെൻട്രലൈസ്ഡ് ആണെങ്കിൽ കൂടി സെൻട്രലൈസേഷൻ അതിലൂടെ നടക്കുന്നുണ്ട് എന്ന് പറയുന്നത് നമ്മളൊന്ന് ആലോചിക്കുകയാണെങ്കിൽ കറക്റ്റ് ആണ്, സെൻട്രലൈസ്ഡ് ആയിട്ടാണ്. കാരണം പൈസ ഉള്ള കൂടുതൽ ആൾ അത് വാലിഡേറ്റ് ചെയ്യുന്നു. സോ അവർക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം. ഈവൻ അതിന് ഫൈൻ വരുന്നുണ്ടെങ്കിലും അവർക്ക് ട്രാൻസാക്ഷൻസ് നടത്താൻ മറ്റുള്ളവരുടെ ഫണ്ട് ആ സെക്കൻഡിൽ നമുക്ക് ലോസ് ആവാൻ അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട്. സോ ഒരു ഭാഗം നോക്കുമ്പോൾ കറക്റ്റ് ആണ്. സോ അത് ഇല്ലാതാക്കാൻ വേണ്ടി ഇവിടെ പ്രൂഫ് ഓഫ് സ്റ്റേക്ക് എന്നുള്ള ഓപ്ഷന്റെ കൂടെ ഒരു കാര്യം EPS എന്ന് പറയും, EPOS എഫക്റ്റീവ് പ്രൂഫ് ഓഫ് സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് കൺസെൻസസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ എന്താണ് എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പല നോഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. സോ നമുക്ക് നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ എല്ലാ ട്രാൻസാക്ഷനും നിങ്ങൾ കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് നിങ്ങൾ അതിന്റെ സർവാധിപൻ, നിങ്ങൾക്കാണ് അതിന്റെ ഫുൾ കൺട്രോൾ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ ഓരോ ഷാർട്ടിനകത്ത് 250 നോഡ് ഉണ്ട്. ഈ 250 നോഡും ഒരു ഷാർട്ടിനകത്ത് ആയിരിക്കില്ല. കാരണം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ചിലപ്പം ഒരു നാല് ഷാർട്ട്സ് ഉണ്ട്. ഇപ്പൊ 4 ഷാർട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 4 ഷാർട്ട്സിൽ ഇതിൽ 250 നോഡ് ചിലപ്പം അല്ലെങ്കിൽ 20 നോഡ് ചിലപ്പം അടുത്ത ട്രാൻസാക്ഷൻ ഇവിടെ പോകും. അതുപോലെ ഇങ്ങനെ മാറി നമുക്ക് ട്രാൻസാക്ഷൻസ് മാറി ഒരു നോഡിനൊരു സ്ഥിരത, ഇത് എന്റെ നോഡ്, ഞാൻ ഇത് മാത്രം കൺട്രോൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും പറ്റില്ല. അവരത് കൺട്രോൾ ചെയ്യുന്നുണ്ട്, എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പരിപാടി പ്രൂഫ് ഓഫ് സ്റ്റേക്ക് എന്ന് പറഞ്ഞാലും ഒരു ഡീസെൻട്രലൈസേഷൻ ഇവർ കൊണ്ടുവരുന്നുണ്ട്. കാരണം ഒരാൾ അതിൽ തന്നെ നിൽക്കുകയാണെങ്കിലാണ് അവർക്ക് അതിന്റെ കൺട്രോൾ ഉള്ളൂ. സോ അതല്ല, അവർ മാറി വരുന്നതുകൊണ്ട് ഏതിലാണ് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. സോ അങ്ങനെ പെട്ടെന്നൊരു ഉടായ്പോ വാലിഡേഷൻ, ഫേക്ക് വാലിഡേഷൻ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. ഈവൻ ഫേക്ക് വാലിഡേഷൻ എന്തെങ്കിലും കടത്തിവിട്ടില്ല, മിസ്റ്റേക്കിൽ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി പെർമനന്റ്ലി ബാൻ ചെയ്യും. പിന്നെ അവർക്ക് എന്തൊക്കെയോ പെനാൽറ്റീസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. സോ അതൊന്നും വരുന്നില്ല. കാരണം ഈ ഒരു ഇതുള്ളത് കൊണ്ട് ഇങ്ങനെ ഭയങ്കര ട്രാൻസാക്ഷൻ എല്ലാം വരുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ എഫക്റ്റീവ് പ്രൂഫ് ഓഫ് സ്റ്റേക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ സെക്യൂർ ആണ്, ഡീസെൻട്രലൈസ്ഡ് ആണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രൊജക്ട്. ഇതാണ് ഇതിന്റെ പ്രൊജക്ട് അനാലിസിസ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ടോക്കന്റെ കേസ് പറയുകയാണെങ്കിൽ ഇത് നല്ല രീതിയിൽ എത്തീരിയം ആവും അല്ലെങ്കിൽ നല്ല ബിറ്റ്കോയിൻ ആവും എന്ന് ഞാൻ പറയുന്നില്ല എന്ന് പറയുന്നതിന്റെ കാരണം ഇതിന്റെ ടോക്കൺ സെപ്പറേറ്റ്. ഇതൊരു ഡിഫ്ലേഷണറി ടോക്കൺ അല്ല, ഇൻഫ്ലേഷണറി ടോക്കൺ ആണ്. ഇൻഫ്ലേഷണറി ടോക്കൺ എന്ന് പറഞ്ഞാൽ വർഷം തോറും കൂടുതൽ ടോക്കൺസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡെയിലി എല്ലാ വർഷവും 441 മില്യൺ ടോക്കൺ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അത് ജനറേറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഈ വർഷം, അതായത് ഒരു വർഷത്തിൽ സപ്ലൈ എന്ന് പറഞ്ഞാൽ 441 മില്യൺ ആണ്. ഈ വർഷം ഇപ്പൊ 441 ഉണ്ടെങ്കിൽ അടുത്ത വർഷം ആകുമ്പോഴേക്കും ഇത് കംപ്ലീറ്റ്ലി ബേൺ ആവും. ബേൺ നല്ലത് ഇല്ലാതാവും, അതുള്ളത് സത്യമാണ്. ബട്ട് എല്ലാ വർഷവും ഈ 441 വരുന്നത് കൊണ്ട് തന്നെ ഒരു ഇൻഫ്ലേഷണറി ടോക്കൺ ആണെന്ന് പറയാം. പിന്നെ ഇപ്പം ഈ ഒരു വർഷം എന്ത് ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിലും അതിൽ വരുന്ന ഓരോ ട്രാൻസാക്ഷനും ഫീസ് ഇവർ ബേൺ ചെയ്ത് കളയുന്നുണ്ട്. സോ അങ്ങനെ ബേൺ ചെയ്ത് കംപ്ലീറ്റ് ആവുന്നുണ്ട്. സോ അതുകൊണ്ട് നല്ലൊരു ഇൻഫ്ലേഷണറി ടോക്കൺ ആണ്. ബട്ട് സ്റ്റിൽ ഇൻഫ്ലേഷണറി ടോക്കൺ ആയതുകൊണ്ട് നമ്മൾ ഒരിക്കലും വാങ്ങാൻ പറ്റില്ല എന്നല്ല, നല്ല രീതിയിൽ നമുക്ക് റിട്ടേൺ ആണ് വേണ്ടത്. എല്ലാ കോയിനും ബിറ്റ് കോയിനും ഇത്തീരിയം ആയില്ലെങ്കിൽ കൂടി അപ്പം 10-14 രൂപയുള്ള ടോക്കൺ ഒരു 200 രൂപ ആയ കഴിഞ്ഞ് നമുക്ക് നല്ല രീതിയിലൊരു റിട്ടേൺ ആണ്, നമുക്ക് വാങ്ങാൻ പറ്റുന്ന ബഡ്ജറ്റിലുള്ള ഒരു കോയിൻ തന്നെയാണിത്. സോ മിസ് ചെയ്യരുത്. ഇനിയിപ്പം ഇവർ വരുന്ന അപ്ഡേറ്റ് 2000 ഷാർട്ട്സ് ഒക്കെ വരികയാണെങ്കിൽ കൂടുതൽ ട്രാൻസാക്ഷൻസ് നടക്കുന്നത് കൊണ്ട് തന്നെ ഒരു വർഷം 441 എന്നുള്ളത് ഫിക്സഡ് ആണ്. 441 മില്യണേ ഉള്ളൂ. സോ ആ ഒരു വർഷത്തിൽ കൂടുതൽ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ബേണിങ് കൂടുതൽ നടക്കുന്നു. സോ ടോക്കന്റെ വാല്യൂ കയറാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് എല്ലാ വർഷവും ആ ഒരു ലെവലിലേക്ക് നല്ല രീതിയിൽ റിട്ടേൺ തരാൻ കെൽപ്പുള്ളതാണ്. ഇപ്പോഴും നമുക്ക് ഒരു 10 രൂപയ്ക്കൊക്കെ വന്ന് നിങ്ങൾക്ക് വാങ്ങാം. ഞാൻ കുറച്ച് ഹോൾഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വാങ്ങി വയ്ക്കാം. പക്ഷേ ഇതൊരു ഫൈനാൻഷ്യൽ അഡ്വൈസ്മെന്റ് ഇല്ല. നിങ്ങൾക്ക് ഇതിന്റെ പ്രൊജക്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഞാൻ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്ത് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞ ചിലപ്പോൾ എല്ലാം സത്യമായിക്കോളും, ചിലപ്പോൾ സത്യമാണ്, ബട്ട് മിസ് ചെയ്ത് കുറേ ഉണ്ടാവും. സോ അത് നിങ്ങൾക്ക് ഏതെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ താഴെ ആഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.